ഹലോ, വരൂ നമുക്ക് കോളേജ് വരെ ഒന്ന് പോയിട്ട് വരാം. ഇത് കുറച്ച് ദിവസം മുന്നിലത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള മടി, വോയിസ് ഓവർ ചെയ്യാനുള്ള മടി കൊണ്ട് ഇങ്ങനെ ഗാലറിയിൽ ഇട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് ഓർത്തു എന്നാൽ പിന്നെ എഡിറ്റ് ചെയ്തേക്കാമെന്ന്. അപ്പോൾ നമുക്ക് റെഡിയാവാം. ഞാൻ ആദ്യം തന്നെ യൂസ് ചെയ്തത് മോയ്സ്ചറൈസറാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവാണ്. എന്താ കാരണമെന്ന് നോക്കിയിരിക്കുകയാണ് മുഖക്കുരു വരാനും അല്ലെങ്കിൽ അലർജിക് റിയാക്ഷൻസ് വരാനും. അപ്പം ഞാൻ കുറേ പ്രൊഡക്റ്റ് ട്രൈ ചെയ്തിട്ടുണ്ട് ഈ മോയ്സ്ചറൈസേഴ്സിൽ. എനിക്ക് കുറച്ചുകൂടി ഇഫക്റ്റീവായിട്ടും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്നത് ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തപ്പോഴാണ്. അത് കഴിഞ്ഞ് ഞാൻ യൂസ് ചെയ്തത് ലിപ് ബാമാണ്. ഇവിടെ അടുത്തൊരു കടയിൽ നിന്ന് വാങ്ങിച്ച് അഫോർഡബിൾ ആയിട്ടുള്ളൊരു ലിപ് ബാമാണ് ഹിമാലയയുടേത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര ഒരു മോയ്സ്ചർ എഫക്റ്റും ഭയങ്കര ഒരു നമ്മുടെ ചുണ്ടിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹെവിനെസ് ഒന്നും ഫീൽ ചെയ്യാറില്ല. പിന്നെ എനിക്ക് പൊതുവേ കളേർഡ് ലിപ് ബാമിനെക്കാട്ടിലും ഈ കളർലെസ് ആയിട്ടുള്ള ലിപ് ബാമാണ് ഇഷ്ടം. അതെന്താണെന്ന് ചോദിച്ചാൽ ഭയങ്കര പ്ലംപിനെസ് ഫീൽ ചെയ്യും എനിക്ക് കളേർഡ് ലിപ് ബാം ഇട്ട് കഴിയുമ്പോൾ. എൻ്റെ ചുണ്ടിന് അത്രയത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്ത സൺസ്ക്രീൻ ലോറിയൽ പാരീസ് UV ഡിഫൻഡർ ഫ്രഷ് മാറ്റ് ഡെയിലി സൺസ്ക്രീനാണ്. ഇവർ ക്ലെയിം ചെയ്യുന്നത് പോലെ എൻ്റെ സ്കിന്നിൽ ഒരു മാറ്റ് ഇഫക്റ്റ് ഒന്നും ഈ സൺസ്ക്രീൻ തന്നില്ല. പിന്നെ ഇത് കടയിൽ ചെന്ന് ഞാൻ വാങ്ങിച്ചപ്പം അവിടെയുള്ള ആൾക്കാർ പറഞ്ഞ് റീആപ്ലിക്കേഷൻ്റെ ആവശ്യം ഇല്ല എന്നാണ് പറഞ്ഞത്. എനിക്ക് വേണ്ടുന്നതും അതാണ്. കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് 3 മണിക്കൂർ കൂടുമ്പം സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടാറില്ല. അപ്പോൾ എനിക്ക് അത്യാവശ്യം പ്രൊട്ടക്ഷൻ തരുന്നത് പോലെ തന്നെ ഫീൽ ചെയ്തു. കാരണം ടാൻ അടിക്കുന്നത് കുറഞ്ഞിട്ടുണ്ട്. ഓവറോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നോക്കിയപ്പോഴാണ് എൻ്റെ മുഖത്തൊരു കുരുവല്ല കേട്ടോ, കുറേ മുഖക്കുരു ഉള്ളൊരു ഫേസാണ് എൻ്റെ. എന്ത് ചെയ്യാം, സെൻസിറ്റീവ് സ്കിന്നായി പോയില്ലേ. അത് കഴിഞ്ഞ് ഞാനിവിടെ യൂസ് ചെയ്ത കാജൽ ആൻഡ് ഐലൈനർ എന്ന് പറയുന്നത് ലാക്മേയുടേതാണ്. എനിക്ക് പാക്കേജിങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ ഐലൈനറിൻ്റെ. പിന്നെ മിററിൽ നോക്കിയേ എനിക്ക് കണ്ണെഴുതാൻ അറിയത്തുള്ളൂ. ഫോൺ നോക്കി കണ്ണെഴുതാൻ എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. സോ ഞാൻ മിറർ യൂസ് ചെയ്ത് അവിടെ പോയി. അതാവുമ്പം നമുക്ക് അത്യാവശ്യം നമ്മുടെ സൗകര്യത്തിന് കണ്ണെഴുതാമല്ലോ. പിന്നെ ഇത് പറഞ്ഞപ്പോഴാണ് ഈ ഒരു സാരി ഉണ്ടല്ലോ, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അമ്മ വാങ്ങിച്ചതാണ്, കോട്ടയം നർമ്മദയെന്ന്. എനിക്ക് നർമ്മദയിലെ മെറ്റീരിയൽസ് സാരീസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നുവെച്ചാൽ പിന്നെ എനിക്ക് തോന്നുന്നു പഴയ സാരീസിന് കുറച്ചുകൂടെ ഒരു ഭംഗിയും ക്വാളിറ്റിയും ഇപ്പോഴത്തെക്കാട്ടിലും ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഞാൻ പൊട്ടിട്ടു. അത് കഴിഞ്ഞ് ഞാൻ മസ്കാര ഇട്ടു. മസ്കാര ഞാനങ്ങനെ ഡെയിലി യൂസ് ചെയ്യാറില്ല കേട്ടോ, കാരണം മറന്നു പോകും. ഇതൊന്നും ഞാൻ പോകാൻ റെഡി ആവുന്നത് തന്നെ 10 മിനിറ്റ് ഉള്ളപ്പോഴാണ്. അപ്പോൾ ഇതൊന്നും ഇട്ടിട്ട് പോകാനുള്ള സമയം കിട്ടാറില്ല. ഇന്ന് പിന്നെ ഒരു ഫംഗ്ഷൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ മസ്കാര ഇട്ടേക്കാമെന്ന് വെച്ചേ. അതും ഞാൻ ഒരുപാട് അങ്ങനെ അപ്ലൈ ചെയ്യുന്നില്ല. ഇവിടെ യൂസ് ചെയ്ത മസ്കാര ഞാൻ പാക്കിൻ്റെ മസ്കാരയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ലാഷൊക്കെ വെച്ചൊരു ഫീല് വരും. അപ്പോൾ സെറ്റായി ഇങ്ങനെയൊക്കെ റെഡി ആയിട്ടിരിക്കുക. കണ്ണെഴുതുമ്പോൾ തന്നെ നമ്മുടെ ഫേസിൽ വ്യത്യാസം വരുമല്ലോ. അപ്പോൾ ലിപ്സ്റ്റിക് കൂടി ഇട്ടാലോ, രക്ഷയില്ല. പിന്നെ നമുക്കിത് സ്റ്റൈൽ ചെയ്യാം. ഞാനിവിടെ വാച്ച് യൂസ് ചെയ്ത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. എനിക്ക് ഈ വാച്ച് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സ്മാർട്ട് വാച്ചാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ സാരി ഉടുത്താൽ എന്താണ് നമുക്ക് വേണ്ടത്? കുപ്പിവള എന്ന് പറയുന്ന ഒരു ഇമോഷനാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാരി ഉടുക്കുമ്പോൾ കുപ്പിവള ഇടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഞാൻ കമ്മലിട്ടു. ഈ കമ്മൽ ചങ്ങനാശ്ശേരി സംഗീതയിൽ നിന്ന് വാങ്ങിച്ചതാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ കമ്മൽ. പിന്നെ എന്നെ ഏറ്റവും വലിയ അലട്ടുന്നൊരു പ്രശ്നമാണ് ഈ മുടി കെട്ടിവെക്കുന്നത്. എൻ്റെ മുടി പറഞ്ഞാൽ കേൾക്കാത്തൊരു മുടിയാണ് ഗൈസ്. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഒരുപാട് നീളം മുടി ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ. എന്തോ എനിക്ക് ഒരു ഒറ്റ മൈൻഡിൽ ഞാനങ്ങ് മുടി മുറിച്ച് കളഞ്ഞു. പിന്നെ അപ്പോഴാണ് ഓർത്തെ ലിപ്സ്റ്റിക് ഇട്ടില്ല. ഞാനിവിടെ യൂസ് ചെയ്തത് മാസിൻ്റെ ലിപ്സ്റ്റിക്കാണ്. എനിക്ക് പൊതുവേ ഈ ബ്രൗൺ ഷെയ്ഡ് വരുന്ന ലിപ്സ്റ്റിക്സ് ഭയങ്കര ഇഷ്ടം. ഒരു ബ്രിക്ക് റെഡ് ഷെയ്ഡ് വരുന്ന ലിപ്സ്റ്റിക്ക് എനിക്ക് എൻ്റെ സ്കിന്നിന് സ്യൂട്ടാവുന്നത് ആ ഒരു ബ്രിക്ക് റെഡ് ഷെയ്ഡാണെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു. ഇനി മുടി കെട്ടണം. പിന്നെ ഫ്രഷ് ഹെയർ സ്റ്റൈലിലേക്ക് തന്നെ ഞാനങ്ങ് പോയി. ഡെയിലി ഞാൻ ഈ ഹെയർ സ്റ്റൈലിലാണ് കോളേജിൽ പോകുന്നത്. പിന്നെ കുഴപ്പമില്ല, എനിക്കിഷ്ടപ്പെട്ടു. ഈ ലിപ്സ്റ്റിക്കും ഐലൈനറും കണ്ണൊക്കെ എഴുതി കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്ത ഒരു ഗ്ലോ ഫേസിൽ വരുമല്ലേ. എനിക്കിഷ്ടപ്പെട്ടു. അപ്പം നമുക്ക് കോളേജിലേക്ക് പോകാം. ഞാനിവിടെ ബാഗൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി പിന്നെ നമ്മുടെ കുറച്ച് ഷോസ് നമ്മൾ കാണിക്കണമല്ലോ അല്ലേ, അങ്ങനെയാണല്ലോ. ഓക്കെ, ഇപ്പം തന്നെ ലേറ്റായി. അച്ഛൻ വഴക്ക് തുടങ്ങി. നമുക്കിപ്പം പോയേക്കാം. ബൈ.